ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഓറഞ്ച് ഷിഫോൺ കേക്കാണ്. അത്രയും ലൈറ്റായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള എയറി ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഇതിൽ നമ്മൾ യാതൊരു ആർട്ടിഫിഷ്യൽ ഫ്ലേവറിങ്ങും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ഓറഞ്ച് ജ്യൂസും ജസ്റ്റും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം റെസിപ്പിയിലോട്ട് പോവാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ ജസ്റ്റ് നമ്മൾ ആദ്യം എടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു ഓറഞ്ച് കളറുള്ള പോർഷൻ മാത്രമാണ് ആഡ് ചെയ്യേണ്ടത്. വൈറ്റ് പോർഷൻ ഒട്ടും വരാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കേക്കിന് കൈപ്പരച്ച് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ജസ്റ്റ് ചെയ്യുന്ന എക്യുപ്മെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടൂൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പീലർ വെച്ച് പീൽ ചെയ്തതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓറഞ്ച് പോർഷൻ മാത്രം പീൽ ചെയ്യാം. അതിനുശേഷം അത് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത് ഓറഞ്ച് ജസ്റ്റ് എന്ത് ചെയ്യാം, ഏകദേശം 1 മുതൽ 1.5 ടീസ്പൂൺ വരെ നമുക്ക് കേക്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഓറഞ്ച് ജ്യൂസാണ്. ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 50 ml ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മുട്ടയാണ്. 2 മുട്ടയാണ് നമ്മൾ ചേർക്കുന്നത്. മുട്ടകൾ നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റും യോക്കും ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ വൈറ്റ് പോർഷൻ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ യെല്ലോയിൽ നമുക്ക് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ യെല്ലോ പോർഷൻ മാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ നമ്മളിവിടെ ഏകദേശം 1/4 കപ്പാണ്, ഒരു 60 ഗ്രാം പഞ്ചസാര. ഇതിൽ നിന്നും ഒരു 1/4 ഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. കുറച്ച് ഭാഗം പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യും. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഓയിലാണ്. ഞാനിവിടെ യൂസ് ചെയ്തത് കോൺ ഓയിലാണ്. അതും 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏത് ഓയിലും, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കനോല അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏത് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈവൻ മെൽറ്റഡ് ബട്ടറും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ഒരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് റൂം ടെമ്പറേച്ചറിലാവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാര ഏകദേശം ഒന്ന് മുഴുവനായിട്ട് മെൽറ്റ് ആവേണ്ട ആവശ്യമില്ല, എന്നാൽ ഏകദേശം ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണും കൂടെ മൈദയാണിത്. അതിൽ നിന്നും 1 ടീസ്പൂൺ മൈദ ഞാനിവിടെ മാറ്റാണ്. അതിന് പകരമായിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തു. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊരു സ്പൂൺ വെച്ച് തന്നെ ഞാൻ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ട് ഇതിനൊന്ന് സീവ് ചെയ്ത് നമ്മുടെ ബാറ്ററിലോട്ട് ചേർക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് സീവ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ നന്നായിട്ട് മിക്സും ചെയ്തെടുക്കാം. നമ്മൾ മൈദയുടെ പകരം ഒരു സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്കിന് കുറച്ചുകൂടെ ലൈറ്റ് ആവാനും അത്രയും സോഫ്റ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചേർത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മൈദയൊക്കെ നന്നായിട്ട് ഈ ബാറ്ററിൽ മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ മധുരമുള്ള സാധനങ്ങൾ എന്തുണ്ടാക്കുന്ന സമയത്തും അതിലൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ഒന്നുകൂടെ കൂടാനും നല്ല ടേസ്റ്റി ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ മിക്സ് അവിടെ റെഡിയായി. അതിനെ നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ എഗ് വൈറ്റ്സ് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിഫായിട്ടുള്ള പീക്സ് ഫോം ചെയ്യുന്നവരെ ബീറ്റ് ചെയ്യാനുണ്ട്. അത് ലൈറ്റായിട്ടൊന്ന് പതിന് വരുന്ന സമയം മുതൽ നമുക്കിതിലോട്ട് കുറച്ചായിട്ട് പഞ്ചസാര ചേർക്കാം. നമ്മൾ നേരത്തെയുള്ള ആ ഒരു 60 ഗ്രാം പഞ്ചസാരയിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പഞ്ചസാര തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 2-3 സ്റ്റേജസ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല സ്റ്റിഫായിട്ടുള്ള ആ ഒരു പീക്സ് ഫോം ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ആ ഷൈനി ആയിട്ട് വരുന്നത് വരെ നമ്മളിതിനെ ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച യോക്കും ഓറഞ്ച് ജ്യൂസും ഒക്കെ ചേർത്തിട്ടുള്ള ആ മിക്സിലോട്ട് ഇതിനെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്കൊരു 3 പോർഷൻസ് ആയിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഒരു 3 സ്റ്റെപ്പായിട്ട് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അതിൽ നിന്നും ആദ്യമായിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിനെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ഒത്തിരി സ്പീഡിൽ ചെയ്യേണ്ട, കുറച്ച് പതുക്കെ വളരെ സോഫ്റ്റായിട്ടുള്ള, വളരെ ജെൻറ്റിലായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് സ്റ്റേജിലുള്ളത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ ഓവർ ഫോൾഡ് ചെയ്യരുത്. ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം കിട്ടിയ ആ ഒരു എയർ ബബിൾസൊക്കെ മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ മുട്ട പതപ്പിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഈ കേക്കിൽ അത്രയും എയർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എയറിനെ നമ്മൾ നഷ്ടപ്പെടുത്താതെ വളരെ സൂക്ഷിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളിത് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് ജസ്റ്റ് ഉണ്ട്, അതും കൂടി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ നന്നായിട്ട് ഫോൾഡ് ചെയ്യാം. അപ്പം നമ്മൾ ഒരു സ്റ്റേജും കൂടി ചേർക്കാനേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഈസി ആവാനായിട്ട് നമ്മുടെ എഗ് വൈറ്റുള്ള പാത്രത്തിലോട്ടേക്ക് നമ്മുടെ മിക്സ് മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ
നന്നായിട്ട് ഫോൾഡ് ചെയ്യാം. ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒന്ന് മിക്സായി നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആവുന്നത് വരെ. ഇതാ ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കേക്ക് ടിന്നിലോട്ട് മാറ്റുകയാണ്. ഈ കേക്ക് ടിൻ നമ്മളൊന്നും ചെയ്യുന്നില്ല, ഗ്രീസ് ചെയ്യുന്നില്ല. കാരണം നമ്മളിത് ചൂട് മാറാനായിട്ട് കമിഴ്ത്തിയാണ് വെക്കുന്നത്. ആ സമയത്ത് ഇത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇതിനെ ഒന്നും ഗ്രീസൊന്നും ചെയ്യാതെയാണ് ഈ കേക്ക് ബാറ്റർ ഇതിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുകയും കൂടെ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ആ വലിയ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മിസ്സായിക്കൊള്ളും. ഇനി ഇതിനെ 160 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിലോട്ട് ഏകദേശം ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ടൂത്ത് പിക്ക് വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കേക്കിനെ നമ്മളൊന്ന് കമിഴ്ത്തി വെച്ചിട്ടാണ് കൂൾ ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ആയതുകൊണ്ട് തന്നെ അതിന് നടുഭാഗം കുഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സൈഡ് ഭാഗം ആ പാത്രത്തിൽ ഒട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്താവില്ല, കുഴിഞ്ഞു പോവില്ല. അപ്പോൾ അതിന് നമ്മൾ കമിഴ്ത്തി വെക്കണം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഒരിക്കലും വയറാക്കിൽ മുട്ടാത്ത രീതിയിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റുള്ള പാത്രത്തിൽ ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് വയറാക്കിൽ മുട്ടില്ല ആ കൂൾ ചെയ്യുന്ന സമയത്ത്. അതും കൂടെ ശ്രദ്ധിക്കാം. പിന്നെ ചൂട് മുഴുവനായിട്ട് മാറിയതിന് ശേഷം ഒരു കത്തിയോ മറ്റോ വെച്ചിട്ട് അതിൻ്റെ സൈഡൊന്ന് മാറ്റി കൊടുക്കാം. ആ പാത്രത്തിന് ഒട്ടിപ്പിടിച്ചതൊന്ന് ഇളക്കാം. അതിന് ശേഷം ഇതിനെ നമുക്ക് വേണ്ട ഷേപ്പിലോട്ട് കട്ട് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിപ്പി ഡബിൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മളിപ്പോൾ ചെയ്ത പോലെ 2 ലോഫ് ടിന്നിലായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ കേക്ക് പാനിൽ ചെയ്യാം. ഏഞ്ചൽ കേക്ക് പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുഭാഗത്ത് ഹോളുള്ള ടൈപ്പ് പാനാണ്. ആ ഒരു പാത്രത്തിലോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. കാരണം ഇത് സൈഡിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിൽ ഉണ്ടാക്കിയാൽ നടുഭാഗത്ത് കുഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.